Hi all, welcome back to LLC Academy. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കഴിഞ്ഞ സിലബസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിരുന്നു ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സുമാണ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്കായിട്ട് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഞങ്ങൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പം സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, PDF ഫയലുകൾ, MCQ ടെസ്റ്റ് സീരീസ് ഇവയാണ് നമ്മൾ കോഴ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ സ്റ്റാറ്റസ് ഓഫ് എൻ അഗ്രിമെൻറ്റ് വേർ ദ ബോത്ത് പാർട്ടീസ് ഇൻവോൾവ് ഇൻ ദ കോൺട്രാക്ട് ആർ അണ്ടർ മിസ്റ്റേക്ക് ആസ് ടു ദ മാറ്റർ ഓഫ് ഫാക്ട് ഈസ് ഡാഷ്. അപ്പോൾ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്, ഒരു എഗ്രിമെൻറ്റിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ഏത് സാഹചര്യത്തിൽ വേർ ബോത്ത് ദ പാർട്ടീസ് ഇൻവോൾവ് ഇൻ ദ കോൺട്രാക്ട് ആർ അണ്ടർ മിസ്റ്റേക്ക് ആസ് ടു ദ മാറ്റർ ഓഫ് ഫാക്ട്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ രണ്ട് പാർട്ടീസ് ഇൻവോൾവ് ചെയ്യുന്നു. ആ രണ്ട് പാർട്ടീസ് കോൺട്രാക്റ്റിൽ ഉള്ള മെയിൻ മാറ്റർ ഓഫ് ഫാക്റ്റിൻ്റെ കാര്യത്തിൽ രണ്ട് പേർക്കും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടാണ് അവർ ആ കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ അഗ്രിമെൻറ്റിൻ്റെ സ്റ്റാറ്റസ് എന്തായിരിക്കും? അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. സ്റ്റാറ്റസ് ഓഫ് അഗ്രിമെൻറ്റ് where the both parties void in the contract are under status of an agreement where the both the parties involved in the contract under mistake രണ്ട് പാർട്ടീസും വരുന്ന സമയത്ത് ആ ഒരു അഗ്രിമെൻറ്റിൻ്റെ സ്റ്റാറ്റസ് എന്തായിരിക്കും? ഓപ്ഷൻസ്: എ വോയിഡ്, ബി വോയിഡബിൾ, സി അൺഎൻഫോഴ്സിബിൾ, ഡി എൻഫോഴ്സിബിൾ. ഈ കറക്റ്റ് ആൻസർ ഓർത്ത് വെക്കുക. അപ്പോൾ കറക്റ്റ് ആൻസർ പറയാം. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, വോയിഡ് ആണ്. അപ്പം കോൺട്രാക്റ്റിൽ രണ്ട് പാർട്ടീസ് ഇൻവോൾവ് ചെയ്യുന്നു. ആ രണ്ട് പാർട്ടീസും ആ കോൺട്രാക്റ്റിലെ ഫാക്റ്റുമായിട്ട് മാറ്റർ ഓഫ് ഫാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ രണ്ടുപേരും മിസ്റ്റേക്സിലാണെങ്കിൽ, രണ്ടുപേർക്കും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം അഗ്രിമെൻ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണ്? വോയിഡ് അഗ്രിമെൻറ്റ്സ് ആയിരിക്കും. ഈ ഒരു മാറ്റർ പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിലെ സെക്ഷൻ 20 ആണ്. അപ്പോൾ അണ്ടർ സെക്ഷൻ 20 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എ കോൺട്രാക്ട് ഈസ് സെറ്റ് ടു ബി വോയിഡ് വെൻ ബോത്ത് ദ പാർട്ടീസ് ടു ദി അഗ്രിമെൻറ്റ് ആർ അണ്ടർ എ മിസ്റ്റേക്ക് ആസ് ടു ദ മാറ്റർ ഓഫ് ഫാക്റ്റ്. അപ്പോൾ സെക്ഷൻ 20 പ്രകാരം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 20 പ്രകാരം ഒരു കോൺട്രാക്റ്റിന് വോയിഡ് എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള സാഹചര്യത്തിൽ? വേർ ദ ബോത്ത് പാർട്ടീസ് ടു ദി അഗ്രിമെൻറ്റ് ആർ അണ്ടർ എ മിസ്റ്റേക്ക് ആസ് ടു ദ മാറ്റർ ഓഫ് ഫാക്റ്റ്. അപ്പോൾ മാറ്റർ ഓഫ് ഫാക്റ്റിൻ്റെ കേസിൽ രണ്ട് പാർട്ടീസും ബോത്ത് പാർട്ടീസിനും മിസ്റ്റേക്കാണ് സംഭവിച്ചിട്ടുള്ളെങ്കിൽ അത്തരം അഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത് വോയിഡ് ആണെന്നാണ് സെക്ഷൻ 20 പറഞ്ഞിട്ടുള്ളത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ ദ കോൺട്രാക്ട് ഓഫ് ഏജൻസി ഇംപ്ലൈഡ് ഏജൻസി മേ അറൈസ് ബൈ എ ഏജൻസി ബൈ എസ്റ്റോപ്പൽ, ബി ഏജൻസി ഓഫ് നെസസിറ്റി, സി ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ, ഡി ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്. അപ്പോൾ ചോദിച്ചിട്ടുള്ളതാണ്, കോൺട്രാക്ട് ഓഫ് ഏജൻസിയുടെ കേസിൽ ഇംപ്ലൈഡ് ഏജൻസി താഴെ പറയുന്നവയിൽ ഏതിലൊക്കെയാണ് വരുന്നത്? അപ്പോൾ ഇംപ്ലൈഡ് ഏജൻസി വരാനുള്ള സാഹചര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുന്നുണ്ട് ഓപ്ഷൻ എയിൽ. ദെൻ ഓപ്ഷൻ ബി എ, ബി ആൻഡ് സി എന്ന് പറയുന്നുണ്ട്. ദെൻ ഓപ്ഷൻ സി ബോത്ത് ബി ആൻഡ് ഡി. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, എ, ബി ആൻഡ് സി. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇംപ്ലൈഡ് ഏജൻസി വരാനുള്ള 3 സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഇംപ്ലൈഡ് ഏജൻസി ഇൻക്ലൂഡ് ചെയ്യുന്നത് 3 രീതിയിലാണ്: ഏജൻസി ബൈ എസ്റ്റോപ്പൽ, ഏജൻസി ബൈ നെസസിറ്റി ആൻഡ് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു 3 രീതിയിലാണ് ഇംപ്ലൈഡ് ഏജൻസി റൈസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, എ, ബി ആൻഡ് സി. അപ്പോൾ ഈ ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്തിട്ട് ഏജൻറ്റ് കോൺട്രാക്റ്റിനെ കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻസ് നോക്കാം. അപ്പം ഏജൻസി സിസ്റ്റം എന്ന് പറയുന്നത് കറണ്ട് ബിസിനസ് സെനാരിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് ഏജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദർ ആർ 2 പാർട്ടീസ് ഇൻ ദി ഏജൻസി സിസ്റ്റം, വൺ ഈസ് പ്രിൻസിപ്പൽ ആൻഡ് ദ ഏജൻറ്റ്. അപ്പോൾ കോൺട്രാക്റ്റ് ഏജൻസിയിൽ 2 പാർട്ടീസാണ് ഉണ്ടായിരിക്കുക, ഒന്ന് പ്രിൻസിപ്പാളും ഒന്ന് ഏജൻറ്റും ആണ്. അപ്പോൾ കോൺട്രാക്ട് ഓഫ് ഏജൻസിയുടെ പാർട്ടീസ് ഓർക്കുക, 2 പാർട്ടീസാണ്, പ്രിൻസിപ്പാൾ ആൻഡ് ഏജൻറ്റ്. An agent is a person acting on behalf of principal. It's a connecting link between
പ്രിൻസിപ്പാൾ ആൻഡ് ദി തേർഡ് പാർട്ടി. അപ്പോൾ ഒരു ഏജൻറ്റ് എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ്. അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പാളിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഏജൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? കണക്റ്റിംഗ് ലിങ്ക് ആണ്. പ്രിൻസിപ്പാളും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കണക്റ്റിംഗ് ലിങ്ക് ആണ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ പ്രൊവിഷൻസും കാര്യങ്ങളും ഒക്കെ പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 അപ്പോൾ അവർക്ക് കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. ഇവിടെ 2 പാർട്ടീസാണ് ഉണ്ടായിരിക്കുക, ഏജൻറ്റും പ്രിൻസിപ്പാളും. അപ്പോൾ പ്രിൻസിപ്പാളിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അപ്പം പ്രിൻസിപ്പാളിനും തേർഡ് പാർട്ടിക്കും ഇടയിലുള്ള ഒരു ലിങ്കാണ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 ദെൻ നെക്സ്റ്റ് വൺ ആണ് എന്താണ് ഇംപ്ലൈഡ് ഏജൻസി. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇംപ്ലൈഡ് ഏജൻസി എപ്പോഴാണ് എറൈസ് ചെയ്യുന്നതെന്നുള്ളായിരുന്നു. അപ്പോൾ ഇംപ്ലൈഡ് ഏജൻസി എന്ന് പറയുന്നത് എന്താണ്? എറൈസസ് വെൻ ദർ ഈസ് എനി കണ്ടക്ട് ദ സിറ്റുവേഷൻ ഓഫ് പാർട്ടീസ് ഓർ ഈസ് നെസസറി ഫോർ ദ കേസ്. അപ്പം ഇംപ്ലൈഡ് ഏജൻസി എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റിലൂടെ വരുന്ന കാര്യമല്ല. അത് എറൈസ് ചെയ്യുന്നത് എപ്പോഴാണ്? അവിടെ ഏതെങ്കിലും പാർട്ടി ബൈ കണ്ടക്റ്റ് അത് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ എന്താണ് പാർട്ടീസിന് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുവാണ്, ഒരാളുടെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ വരുന്നു, അല്ലെങ്കിൽ എന്താണ് നെസസറിയുടെ കേസിൽ എന്താണ് അദ്ദേഹത്തിന് ഒരു സിറ്റുവേഷൻ വരുന്നു. ഒരു കോൺട്രാക്റ്റ് ഒന്നും അവിടെ ഇല്ല, പക്ഷേ എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണ്. മീൻസ് ഒരാൾക്ക് മറ്റൊരാളുടെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ് ഇംപ്ലൈഡ് ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇംപ്ലൈഡ് ഏജൻസിയിൽ 3 രീതിയിലാണ് വരിക: ഏജൻസി ബൈ എസ്റ്റോപ്പൽ, ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ, ഏജൻസി ബൈ നെസസിറ്റി. അതിൽ ഫസ്റ്റ് നോക്കാം എന്താണ് ഏജൻസി ബൈ എസ്റ്റോപ്പൽ. The concept of agency by estoppel arises where one person acts in such a way that the other believes that a third person is authorized to act on his behalf and enters into a transaction with the third person. The person whose act induced him to do so is liable for that agreement as if the third person acting on his behalf. It is based on principle of natural justice and equity. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ഒരു എക്സാമ്പിളിലൂടെ പറയാം. അപ്പം 2 പേരുണ്ട്, എയും ബിയും. അപ്പോൾ എയും ബിയും സംസാരിക്കുന്ന സമയത്ത് എയുടെ ആക്ഷൻസിലൂടെ ബിക്ക് തോന്നുവാണ് സി എന്ന് പറയുന്ന ഒരാൾ ഇയാളുടെ ഏജൻറ്റാണ്, സി ആക്ട് ചെയ്യുന്നത് ഇയാൾക്ക് വേണ്ടിയാണെന്നുള്ള രീതിയിൽ എയുടെ ആക്ഷൻ ബിക്ക് തോന്നുവാണ്. അങ്ങനെയാണെങ്കിൽ ബി എന്ത് ചെയ്യും? ബി സിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടും. അപ്പം ബിയും സിയും തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? എക്ക് വേണ്ടിയിട്ടായിരിക്കും. കാരണം എന്താണ്? എയുടെ ആക്ഷൻസിലൂടെ ബി ബിലീവ് ചെയ്യാണ് സി എന്ന് പറയുന്നത് എയുടെ ഏജൻറ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ശരിക്കും സി എയുടെ ഏജൻ്റ് അല്ല, പക്ഷേ എയുടെ ആക്ഷൻസിലൂടെ ബി ബിലീവ് ചെയ്തിട്ടുണ്ട് ആര് ഏജൻ്റാണെന്നുള്ള കാര്യം, സി ഏജൻ്റാണെന്നുള്ള കാര്യം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എ ഉറപ്പായിട്ടും ഇത്തരം കോൺട്രാക്റ്റിൽ ലയബിൾ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് ആ കോൺട്രാക്റ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഏജൻസീനാണ് ഏജൻസി ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത് ദ കോൺസെപ്റ്റ് ഓഫ് ഏജൻസി ബൈ എസ്റ്റോപ്പൽ എറൈസസ് വെർ വൺ പേഴ്സൺ ആക്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ദ അതർ പേഴ്സൺ ബിലീവ്സ് ദാറ്റ് എ തേർഡ് പേഴ്സൺ ഈസ് ഓതറൈസ്ഡ് ടു ആക്ട് ഓൺ ഹിസ് ബിഹാഫ്. അപ്പോൾ ഒരു പേഴ്സൻ്റെ ആക്ഷൻസിലൂടെ മറ്റ് പാർട്ടി ബിലീവ് ചെയ്യാണ് ഒരു തേർഡ് പേഴ്സൺ, ഇവിടെ തേർഡ് പേഴ്സൺ ആയിരുന്നു സി ആയിരുന്നു, അപ്പോൾ തേർഡ് പേഴ്സൺ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യാൻ ഓതറൈസ് ചെയ്തിട്ടുള്ള ആളാണ് എന്നുള്ള രീതിയിൽ മറ്റൊരാൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, ആൻഡ് ആ ഒരു ഫീലിങ്സിൻ്റെ ബേസിൽ എന്താണ്, ആൻഡ് എൻറ്റർ ഇൻ ടു എ ട്രാൻസാക്ഷൻ വിത്ത് ദി തേർഡ് പേഴ്സൺ, ആ ഒരു ബിലീഫിൻ്റെ ബേസിൽ എന്ത് ചെയ്യാണ്, ഈ ഒരു രണ്ടാമത്തെ ആൾ ബിലീവ് ചെയ്തിട്ടുള്ള ആൾ മറ്റേ ആളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുവാണെങ്കിൽ the person whose act induced him to do so is liable for that agreement. അപ്പോൾ ആരുടെ ആക്ഷൻസിലൂടെയാണോ ആ ഒരു പാർട്ടി തേർഡ് പാർട്ടിയുമായിട്ട് അഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടുള്ളത്, ആ ഒരു പേഴ്സൺ മീൻസ് ആരുടെ ആക്ഷനാണോ അയാൾക്ക് ഇങ്ങനെ ബിലീവ് ചെയ്യാൻ കാരണമായിട്ടുള്ളത്, ആ പേഴ്സൺ എന്തായിരിക്കും ഈ ഒരു കോൺട്രാക്റ്റിൽ ലയബിൾ ആയിട്ടുള്ളതായിരിക്കും. കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ ആക്ഷൻസിലൂടെ മറ്റേ ആൾ ബിലീവ് ചെയ്യാണ് തേർഡ് പേഴ്സൺ എന്താണ് അദ്ദേഹത്തിൻ്റെ ഏജൻറ്റാണ്, ആ ഒരു ബിലീഫിലാണ് അദ്ദേഹം തേർഡ് പേഴ്സണുമായിട്ട് അഗ്രിമെൻറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഏജൻസി എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റിയുടെ ബേസിൽ ഫോം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഏജൻസി ബൈ എസ്റ്റോപ്പൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ഇംപ്ലൈഡ് ഏജൻസി വരാനുള്ള 2 സിറ്റുവേഷനാണ്, അറൈസ് ചെയ്യുന്ന 2 സിറ്റുവേഷൻസ് ആണുള്ളത്, ഏജൻസി ബൈ നെസസിറ്റി ആൻഡ് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ. അപ്പോൾ ഈ 2 കേസും എന്താണെന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ വോയിഡ് കോൺട്രാക്റ്റ്? താഴെ പറയുന്നവയിൽ ഏത് കോൺട്രാക്റ്റ് ആണ് വോയിഡ് കോൺട്രാക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: എ യൂണിലാറ്ററൽ കോൺട്രാക്റ്റ്, ഓപ്ഷൻ ബി എ കോൺട്രാക്റ്റ് വിച്ച് സീസസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ, ഓപ്ഷൻ സി ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്, ഓപ്ഷൻ ഡി എക്സ്പ്രസ് കോൺട്രാക്റ്റ്. ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, എ കോൺട്രാക്റ്റ് വിച്ച് സീസസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ. അപ്പോൾ എന്താണ് വോയിഡ് കോൺട്രാക്റ്റ്? ഒരു കോൺട്രാക്റ്റ് നിയമപ്രകാരം എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത്തരം കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, എ കോൺട്രാക്റ്റ് വിച്ച് സീസസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് വൺ ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഇംപ്ലൈഡ് ഇൻ ദി കോൺട്രാക്ട് ആക്ട് 1872? അപ്പം കോൺട്രാക്ട് ആക്ടിൽ ഇംപ്ലൈ ചെയ്യുന്ന കറക്റ്റ് സീക്വൻസ് താഴെ പറയുന്നവയിൽ എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓർഡറിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്: ഓഫർ ഓഫ് പ്രപ്പോസൽ, കോൺട്രാക്റ്റ്, പ്രോമിസ്, അഗ്രിമെൻറ്റ്, ആക്സെപ്റ്റൻസ്. ഇതിന് ഓർഡറിൽ സീക്വൻസ് ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് സീക്വൻസിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. അതിന് വേണ്ടി ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കറക്റ്റ് ഓർഡറിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ പോസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ഓർഡർ ആക്കി നോക്കുക. അപ്പോൾ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം ഏത് സീക്വൻസ് ആണ് കറക്റ്റ് എന്നുള്ള കാര്യം ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. നമുക്ക് നോക്കാം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന്. ഫസ്റ്റ് വരുന്നത് ഓഫറാണ്. ഇതിൽ ഓപ്ഷനിൽ ഓഫറാണ് ഫസ്റ്റ് സീക്വൻസിൽ വരുന്നത്. അപ്പോൾ ഓഫർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു പാർട്ടി മറ്റേ പാർട്ടിയെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള വില്ലിങ്നെസ് അറിയിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യാതിരിക്കാനുള്ള വില്ലിങ്നെസ് അറിയിക്കുന്നതിനെയാണ് ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഓഫറാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സീക്വൻസിൽ ഫസ്റ്റ് എ ആയിട്ടുള്ള ഓഫർ ഓഫ് പ്രപ്പോസലാണ് ഫസ്റ്റ് വരുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് കോൺട്രാക്റ്റിൽ വരുന്നത് ആക്സെപ്റ്റൻസ് ആണ്. ഒരു പേഴ്സൺ ഓഫർ നൽകി കഴിഞ്ഞാൽ ആരോടാണോ ഈ ഒരു ഓഫർ വെച്ചിട്ടുള്ളത് അദ്ദേഹം ആ ഒരു ഓഫറിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജിൽ നടക്കുന്നത്. അപ്പോൾ ആക്സെപ്റ്റൻസ് ആണ് സെക്കൻഡ് സീക്വൻസ് എന്ന് പറയുന്നത്. സീക്വൻസിൽ രണ്ടാമത് വരുന്നത് ആക്സെപ്റ്റൻസ് ആണ്. ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് ഈ ആൻസർ കിട്ടും. കാരണം ഇവിടെ എയും ഇയും ഫസ്റ്റ് സെക്കൻഡ് ഓർഡറിൽ വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ ഡി ആണ്. അപ്പം മൂന്നാമത്തെ സീക്വൻസ് എന്താണെന്നുള്ള കാര്യം അവർക്ക് ഓപ്ഷൻ സി ആണ്, അല്ലെങ്കിൽ എന്താണ്? പ്രോമിസ് ആണ്. അപ്പോൾ ഇവിടെ ഒരാൾ ഓഫർ വെച്ചു, മറ്റേ ആൾ അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രപ്പോസൽ എന്തായി മാറും? ഒരു പ്രോമിസായി മാറുകയാണ് ചെയ്യുക. അപ്പോൾ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രോമിസ് ആണ്. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത് എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ an agreement between private parties, ആ പാർട്ടീസ് തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ്. ക്രിയേറ്റിംഗ് മ്യൂച്വൽ ഒബ്ലിഗേഷൻസ് എൻഫോഴ്സിബിൾ ബൈ ലോ. അപ്പോൾ ലോ പ്രകാരം എൻഫോഴ്സ് ചെയ്യാൻ കഴിയുന്ന മ്യൂച്വൽ ഒബ്ലിഗേഷൻസ് വരുന്ന എഗ്രിമെൻ്റ് ആണ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് സ്റ്റേജിലാണ് കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? an agreement enforceable by law ആണ്. അപ്പോൾ നമ്മൾ പാർട്ടീസിനിടയിൽ എഗ്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ എഗ്രിമെൻറ്റ് ലോ പ്രകാരം എൻഫോഴ്സ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത്തരം എഗ്രിമെൻറ്റ്സ് ആണ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. കറക്റ്റ് സീക്വൻസ് ഇംപ്ലൈഡ് ഇൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫർ ഓഫ് പ്രപ്പോസൽ, സെക്കൻഡ് വരുന്നത് ആക്സെപ്റ്റൻസ്, ദെൻ പ്രോമിസ്, ദെൻ എഗ്രിമെൻറ്റ്, ലാസ്റ്റാണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: വാട്ട് ഈസ് കൺസെൻറ്റ് അണ്ടർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872? അപ്പം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 പ്രകാരം എന്താണ് കൺസെൻറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: എ വെൻ ആക്സെപ്റ്റൻസ് ഓഫ് പ്രപ്പോസൽ ഈസ് മെയ്ഡ് ബൈ ദ പാർട്ടി ടു ഹൂം ദ proposal is made. Option B, when the acceptance is made by another person other than the person to whom the proposal is made. Option C, when they agree upon same thing in the same sense. Option D, when both the parties agree upon a thing in the way it is understood by them. അപ്പോൾ ഇവിടെ എല്ലാ ഓപ്ഷൻസും ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ വായിച്ചു നോക്കുക, എന്നിട്ട് കറക്റ്റ് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ആൻസർ പറയുകയാണ്. ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. വെൻ ദേ എഗ്രി അപ്പോൺ ദി സെയിം തിങ് ഇൻ ദ സെയിം സെൻസ്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ കൺസെൻറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് എപ്പോഴാണ്? ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടുള്ള പാർട്ടീസ്
അഗ്രി ചെയ്യാണ്, സെയിം ആയിട്ട് ഒരു കാര്യത്തിൻ്റെ മുകളിൽ സെയിം അതേ രീതിയിൽ രണ്ടുപേരും ഒരുപോലെ മനസ്സിലാക്കിയിട്ടാണ് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെയാണ് കൺസെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, ഇവിടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം കൺസെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെൻ ദേ അഗ്രി അപ്പോൺ ദ സെയിം തിങ് ഇൻ ദി സെയിം സെൻസ്. കോൺട്രാക്ട് ആക്ടിൻ്റെ സെക്ഷൻ 13 കൺസെൻറ്റ് എന്താണെന്ന് പറയുന്നത്. അപ്പം പറയുന്നതാണ് 2 or more persons are said to be in consent. അപ്പോൾ 2 അതിലധികമോ ആളുകൾ കൺസെൻറ്റിലാണെന്ന് പറയണമെങ്കിൽ വെൻ ദേ അഗ്രി അപ്പോൺ ദ സെയിം തിങ് ഇൻ ദ സെയിം സെൻസ്, അവർ ആ ഒരു 2 or more പേഴ്സൺസ് സെയിം ആയിട്ടുള്ള തിങ്ങിൻ്റെ മുകളിൽ സെയിം സെൻസിൽ മനസ്സിലാക്കിയിരിക്കണം. വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് കൺസെൻസസ് അഡൈഡം. അപ്പോൾ കൺസെൻറ്റിന് മറ്റൊരു പേര് പറയും കൺസെൻസസ് അഡൈഡം എന്ന് പറയും. അപ്പോൾ കൺസെൻസസ് അഡൈഡം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 or more പേഴ്സൺസ് ഒരു സെയിം തിങ്ങിൻ്റെ മുകളിൽ സെയിം സെൻസിൽ ഒരുപോലെ മനസ്സിലാക്കുകയാണെങ്കിൽ അതിനെയാണ് കൺസെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പറയുന്ന സെക്ഷൻ 13 കോൺട്രാക്റ്റ് ആക്റ്റിലെ. കൺസെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത സെക്ഷനാണ് സെക്ഷൻ 14 പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു സെക്ഷൻ 14 ഓഫ് ദ ആക്ട്, കൺസെൻറ്റ് ഈസ് സെറ്റ് ടു ബി ഫ്രീ വെൻ ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ കൊയേഷൻ ഓർ ഫ്രോഡ് ഓർ മിസ്റെപ്രസെൻറ്റേഷൻ ഓർ അൺഡു ഇൻഫ്ലുവൻസ് ഓർ മിസ്റ്റേക്ക്. അപ്പം സെക്ഷൻ 14 പ്രകാരം പാർട്ടീസിൻ്റെ കൺസെൻറ്റിനെ എപ്പോഴാണ് ഫ്രീ എന്ന് പറയുക? അപ്പോൾ ഫ്രീ കൺസെൻറ്റ് എപ്പോഴാണ് പറയുക? അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ് ലഭിച്ചിട്ടുള്ളത് കൊയേഷനിലൂടെയോ ഫ്രോഡിലൂടെയോ മിസ്റെപ്രസെൻറ്റേഷനിലൂടെയോ അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെയോ അല്ലെങ്കിൽ മിസ്റ്റേക്കിലൂടെയോ അല്ല എന്നുണ്ടെങ്കിൽ, മീൻസ് അദ്ദേഹം ഈ ഇൻഫ്ലുവൻസുകളെല്ലാം ഒന്നുമില്ലാതെ, മീൻസ് ഈ ഒരു ത്രെട്ടുകളും കാര്യങ്ങളും ഒന്നുമില്ലാതെയാണ് അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ് ലഭിച്ചിട്ടുള്ളെങ്കിൽ അങ്ങനെ ലഭിക്കുന്ന കൺസെൻറ്റിനെയാണ് ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു കൺസെൻറ്റ് അതിൽ കാരണം എന്ന് പറയുന്നത് കൊയേഷനോ ഫ്രോഡോ മിസ്റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആണെങ്കിൽ അത്തരം കൺസെൻറ്റ് എന്ന് പറയുന്നത് ഫ്രീ കൺസെൻറ്റ് അല്ല. നെക്സ്റ്റ് ഇനി ഒരു കൺസെൻറ്റ് ഫ്രീ കൺസെൻറ്റ് ആവണമെങ്കിൽ അതിന് എന്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ടാവണം നോക്കാം. ഫസ്റ്റ് വൺ ഇതാണ്, ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം കൊയേഷൻ. അപ്പം കൊയേഷനിൽ നിന്ന് ഫ്രീ ആയിരിക്കണം, മീൻസ് ഒരാൾ ഭീഷണിപ്പെടുത്തിയിട്ട് ആയിരിക്കരുത് ആ ഒരു കൺസെൻറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ദ കോൺട്രാക്റ്റ് ഷുഡ് നോട്ട് ബി ഡൺ അണ്ടർ ദ പ്രഷർ ഓഫ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഓഫ് എ സുപ്പീരിയർ. അപ്പം അൺഡ്യൂ ഇൻഫ്ലുവൻസ് പറയുന്നത് എന്താണ്? ഒരാൾ നമ്മൾ ഡൊമിനേറ്റ് ചെയ്യാനുള്ള ഒരു പൊസിഷൻ ഇരിക്കുകയാണ്, ആ പൊസിഷനിൽ ഇരുന്നിട്ട് ആ പൊസിഷൻ വെച്ച് അദ്ദേഹം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് നമ്മളെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുകയാണെങ്കിൽ അതിനെയാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ വാങ്ങിച്ചിട്ടുള്ള കൺസെൻറ്റും ഫ്രീ കൺസെൻറ്റ് അല്ല. ദെൻ തേർഡ് വൺ, ദ കോൺട്രാക്ട് ഷുഡ് ബി ഡൺ വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ഓഫ് ഫ്രോഡ്. അപ്പം നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടുള്ള പാർട്ടീസ് ഒരു ഫ്രോഡൊന്നും ഇല്ലാതെയാണ് ചെയ്തിട്ടുള്ളെങ്കിൽ അത്തരം സാഹചര്യത്തിൽ അതെന്താണ്? ഫ്രീ കൺസെൻറ്റ് ആണ്. ദെൻ ദ കോൺട്രാക്ട് ഷുഡ് നോട്ട് ബി മെയ്ഡ് ത്രൂ മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ. അപ്പോൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട സമയത്ത് ആ ടൈമിൽ തന്നിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ കോൺട്രാക്റ്റിനെ ആസ്പദമാക്കിയിട്ടുള്ള ഡാറ്റ മിസ്റെപ്രസെൻറ്റേഷനിലൂടെയാണ് തന്നിട്ടുള്ളതെങ്കിൽ അപ്പം അത്തരം കൺസെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ കൺസെൻറ്റ് അല്ല. ദെൻ ദ കോൺട്രാക്ട് ഷുഡ് നോട്ട് ബി മെയ്ഡ് ബൈ മിസ്റ്റേക്ക്. അപ്പം കോൺട്രാക്റ്റ് മിസ്റ്റേക്കിലൂടെ ഫോം ചെയ്തിട്ടുള്ളതാണെങ്കിലും അവിടെ ഫ്രീ കൺസെൻറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്രീ കൺസെൻറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.